നമസ്കാരം. നമസ്കാരം. ഇന്നലെ ജി സുധാകരൻ UDFൻ്റെ ഒരു പരിപാടിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിയമസഭയിൽ CPMന് പ്രത്യേകിച്ച് പിണറായി വിജയന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് ദാരുണീയമായൊരവസ്ഥയാണ്. അത് കണ്ടു നിൽക്കുമ്പം എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ 20 വർഷം ഞാൻ ഇരുന്നിരുന്ന ഒരു ഭാഗമായിരുന്നു അത്. പക്ഷേ ഇപ്രാവശ്യം അവരുടെ ഇരുത്തം കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ വെപ്രപ്പാട് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉള്ളിൽ തോന്നുന്നുണ്ട് എന്നുള്ളതും, പിണറായി വിജയൻ നനഞ്ഞ കോഴിയാണ് നിയമസഭയിൽ നിന്നുള്ളതും ജി സുധാകരൻ പറയുന്നു. ഇന്ന് അതിന് മറുപടിയായി സലാം ഒരു FB പോസ്റ്റ് ഇട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ പറയുക, നനഞ്ഞ കോഴി എന്നുള്ളതിന് അതിരൂക്ഷമായിട്ടാണ് സലാം അതിന് മറുപടി കൊടുക്കുന്നത്. പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാനുള്ള യോഗ്യത പോലും സലാമിന് ഇല്ല എന്നുള്ള കാര്യം പറയുന്നത്. അല്ല, സുധാകരൻ ഇല്ല എന്നുള്ളത്. അതെ, സുധാകരൻ ഇല്ല എന്നുള്ളത് സലാം അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ വിശകലനം ചെയ്യുന്നത്? അത് ഫവാസെ, ഇതിൽ ഒരുപാട് വ്യക്തിവൈരാഗ്യം കലർന്ന ഒരു FB കുറിപ്പായിട്ടാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഒന്ന് നമ്മൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ, ഈ സലാം അവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ആ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം അന്വേഷിക്കുന്നതിന് വേണ്ടി, തോറ്റല്ല, അതിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് CPM ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. എളമരം കരീമിനെയൊക്കെ വെച്ചിട്ടൊരു അന്വേഷണ കമ്മീഷൻ വെച്ചു. ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതാവട്ടെ, സുധാകരൻ, അതായത് ജി സുധാകരൻ കാര്യമായ രീതിയിൽ സലാമിന് വേണ്ടി പാർട്ടിയുടെ കൃത്യമായ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണ പരിപാടിയിൽ മുന്നോട്ട് പോയില്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത് എന്നുള്ളൊരു കാരണം കണ്ടെത്തുകയും സുധാകരന് പാർട്ടി തല നടപടി നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ഇന്നിപ്പോൾ സലാം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ, സുധാകരൻ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ അടക്കമുള്ള UDFൻ്റെ മുതിർന്ന നേതാക്കളുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു. അവിടെ വെച്ച് ജി സുധാകരൻ ഫവാസ് പറഞ്ഞതുപോലെ, ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട് ഈ ധനവിനിയോഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും, ഈ പ്രസംഗത്തിന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു മറുപടി പറയാൻ സാധിക്കാതെ പിണറായി വിജയൻ ഒരു നനഞ്ഞ കോഴിയെ പോലെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഇവരോടൊപ്പം ഒരു 10-20 വർഷക്കാലം സഭയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് വലിയ വിഷമം തോന്നി എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. മറ്റൊന്നുകൂടി അദ്ദേഹം എടുത്തു പറയേണ്ടായി. ധനവകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാലിന് ഒന്നും സംസാരിക്കാൻ അറിയാൻ വയ്യാത്തതിൻ്റെ പേരിൽ ബാലഗോപാൽ ഒന്നും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും കണ്ടില്ല, സംസാരിക്കാൻ അറിയില്ല. തോമസ് ഐസക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തക്കട തരികടയൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് തലയൂരുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ തോമസ് ഐസക്ക് പറഞ്ഞിരുന്നേനെ എന്നുകൂടി ജി സുധാകരൻ എടുത്തു പറഞ്ഞു. അതായത് ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളായി നിയമസഭയിലുള്ള ആളുകൾക്ക് ആർക്കും തന്നെ കാര്യഗൗരവമില്ല. ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ല, അതിലുപരി കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ല, പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് ജി സുധാകരൻ തൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയത്. ഇതിനെതിരെ സലാം ഈ FB കുറിപ്പിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഫവാസ് സൂചിപ്പിച്ചതുപോലെ, പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ചെരുപ്പിൻ്റെ ബാറഴിക്കാൻ യോഗ്യനല്ല ജി സുധാകരൻ. മറ്റൊന്നുകൂടി കടത്തി പറഞ്ഞു. അതായത് ജി സുധാകരൻ്റെ അഴിമതി വിരുദ്ധ ആ പൊയ്മുഖം കീറിയെറിയാത്തത് പിണറായി വിജയൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതായത് ജി സുധാകരൻ അഴിമതിക്കാരനാണെന്ന് ജനത്തിന് മുന്നിൽ പറയാതിരിക്കുന്നത് പിണറായി വിജയൻ തടയുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു വ്യംഗ്യമാണ് അതിൽ വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഒരു കാര്യം പ്രസക്തമാകുന്നത്. കാരണം ഈ 2021 സലാമിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കമ്മീഷൻ അന്വേഷണത്തിന് വേണ്ടി വന്നല്ലോ. പരാജയമല്ല, എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നുള്ളതിന്. അപ്പോൾ ആ കമ്മീഷൻ പോലും ജി സുധാകരൻ 2021 കാലത്ത് പിരിവ് നടത്തുകയും ആ പിരിവ് വഴിപെട്ട രീതിയിലായിരുന്നു എന്നുള്ളതൊന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടില്ല. ഇന്നിപ്പോൾ സലാം പറയുന്നത് സുധാകരൻ അഴിമതി നടത്തിയത് 2021 കാലത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ധാരാളം പണപ്പിരിവ് നടത്തി ലക്ഷങ്ങൾ കിട്ടാവുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി, അതേക്കുറിച്ച് യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും സമർപ്പിച്ചിട്ടില്ല, ഓഡിറ്റിംഗ് ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് സലാം പറഞ്ഞു വയ്ക്കുന്നത്. അത് എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി, എങ്ങനെ ചിലവായി, ഏത് വഴിയിലൂടെ ചിലവായി, ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ ജി സുധാകരൻ പെടും. അത് പിണറായി വിജയൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ആ സാധനം പറയാത്തത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതെ, അപ്പോൾ ഇത്രത്തോളം ഗുരുതരമായ ഒരു വിഷയം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ജി സുധാകരൻ്റെ അഴിമതി മൂടി വയ്ക്കുന്നതിന് പിണറായി വിജയൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും അഴിമതിക്കാരൻ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ ഈ
ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എക്സലാമിന് ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ അന്വേഷണത്തിനൊരു കമ്മീഷൻ വന്നിട്ട് പോലും സമഗ്രമായ അന്വേഷണമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഏതെല്ലാം മേഖലകളിൽ വോട്ട് കുറഞ്ഞു, എങ്ങനെയാണ് കുറഞ്ഞത്, അവിടെ ആർക്കൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു, പാർട്ടിക്ക് എത്ര വോട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു പോരായ്മ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു, അത് സംഘടനാ തലത്തിലുള്ള കുഴപ്പമായിരുന്നു, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളാണ് കമ്മീഷൻ പരിഗണനയിൽ കൊണ്ടുവന്നത്. അവിടെ ഒന്നും തന്നെ ജി സുധാകരൻ പണം പിരിച്ചതായോ അതിന് അഴിമതി നടത്തിയത് അവരാരും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു വിഷയം ആ കമ്മീഷൻ റിപ്പോർട്ടിലുമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സലാം ഇപ്പോൾ സുധാകരൻ കള്ളുകുടിയനാണ്, ഇങ്ങനെയൊക്കെ ഞാനും അത് കണ്ടായിരുന്നു. സുധാകരൻ കള്ളുകുടിയനാണ്, കള്ള് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് അനുകൂലമായും പ്രതികൂലമായും സംസാരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടിയിൽ 63 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ജി സുധാകരൻ. മാത്രമല്ല എനിക്ക് തോന്നുന്നു സലാം അടക്കം പാർട്ടിയിലെ പുത്തൻകൂറ്റ് നേതാക്കന്മാർക്ക് മാർക്സിസത്തെക്കുറിച്ചും ലെനിനിസത്തെക്കുറിച്ചും എല്ലാം കമ്മ്യൂണിസത്തെക്കുറിച്ചും എല്ലാം ക്ലാസ് എടുത്ത ആളുകളിൽ പ്രമുഖം തന്നെ ആയിരിക്കണം ജി സുധാകരൻ. അത് ജി സുധാകരൻ ഈ പറഞ്ഞ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട്, വിരൽ ചൂണ്ടിട്ട് ഈ ഇരിക്കുന്നതിൽ എത്ര ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പോലും അതിന് മിണ്ടുന്നില്ല. കാരണം അഥവാ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം തിരിച്ചു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ ഒരു ബൗദ്ധിക മുഖം കൂടിയാണ് ജി സുധാകരൻ, അതിന് യാതൊരു തർക്കമില്ല. ബൗദ്ധിക പാർട്ടി ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി ജി സുധാകരൻ പോയിട്ടുണ്ട്. ജില്ലകൾ തോറും സഞ്ചരിച്ച് അദ്ദേഹം ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് അടിമുടി പാർട്ടി പ്രവർത്തകൻ തന്നെയായിരുന്നു സുധാകരൻ. 14-ാമത്തെ വയസ്സിൽ ചെങ്കൊടി കൈ പിടിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് വന്ന സുധാകരൻ 63 വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ അവഗണന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും അദ്ദേഹം പാർട്ടിക്കെതിരെ എന്ന് പറഞ്ഞില്ല, പാർട്ടിയിലെ നയ വ്യതിയാനങ്ങൾക്കെതിരെ, പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ നയ വ്യതിയാനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും UDFന്റെ പിന്തുണയോടുകൂടി വിമത സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയും ചെയ്തു. അവിടെ തോൽപ്പിച്ചതും സലാമിനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സലാമിന് ആ ചുരുക്കുകൂടി കയ്യിലിരിക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴയും ആലപ്പുഴയും ഈ പറഞ്ഞ പോലെ കണ്ണൂരും തളിപ്പറമ്പും എല്ലാം CPMന്റെ ചെങ്കൊടിയല്ലാതെ മറ്റൊരു കൊടി അവിടെ പാറുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. മാത്രമല്ല പാർട്ടി കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് വിജയം നേടുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നെല്ലിപ്പലക ഇളകിത്തെറിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ പാർട്ടിയുടെ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും പുന്നപ്ര വയലാർ സ്മാരക സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തറ പറ്റിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ, അത്രത്തോളം ജനസമ്മതി സുധാകരന് കിട്ടിയെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടകൊത്തളങ്ങൾ ഇളകിത്തെറിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊരു കാരണവശാലും സലാമിനൊന്നും സഹിക്കാൻ പറ്റില്ല. ഫവാസ് പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ, നിയമസഭയിൽ ജി സുധാകരൻ ചോദിച്ചു എത്ര പേര് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുമ്പോൾ തീർച്ചയായും ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ഫവാസ് ചൂണ്ടിക്കാണിച്ച പോലെ അതിൻ്റെ കാതലായ വിഷയങ്ങൾ എന്താണ്, കമ്മ്യൂണിസം ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ വസ്തുനിഷ്ഠമായ കാര്യകാരണ സഹിതം അതേക്കുറിച്ച് വിശദീകരിക്കാൻ കെൽപ്പുള്ള ആരും ഉണ്ടായിക്കാണില്ല. ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ അവിടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ വായിച്ചതിന് ശേഷമായിരിക്കും വന്നിരിക്കുക. പക്ഷേ ജി സുധാകരനെ പോലുള്ള ധിഷണാശാലിയായ ബൗദ്ധിക പ്രഭാവമുള്ള ഒരാളുടെ മുമ്പിൽ അത്തരം കാര്യങ്ങൾ തർക്കിച്ച് ജയിക്കാനോ വാദിച്ച് ജയിക്കാനോ അവർക്ക് ആർക്കും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവരത് അനങ്ങാതിരുന്നത്. പക്ഷേ ഇവിടെ സലാം ജി സുധാകരനെ പോലുള്ള പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവിനോടും, മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ പാർട്ടിയെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള, പാർട്ടി സിദ്ധാന്തങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള, പാർട്ടിയുടെ ആദർശമുഖം എന്നൊക്കെ സാധാരണക്കാർ പറയുന്ന, കൈയിട്ട് വാരാൻ ധാരാളം സാധ്യതയുണ്ടായിരുന്ന വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. സഹകരണ വകുപ്പ്, കുറച്ച് നാൾ ദേവസ്വം വകുപ്പ്, പിന്നീട് പൊതുമരാമത്ത് വകുപ്പ്. നോക്കണം, 10 വർഷക്കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 2 ടൈമിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നത് ദേവസ്വം വകുപ്പിലും സഹകരണ വകുപ്പിലും ഈ പൊതുമരാമത്ത് വകുപ്പിലും ഒക്കെ തന്നെയാണ്. കരുവന്നൂർ കേസ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നീറുന്ന ദൃഷ്ടാന്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം വകുപ്പിൽ, പൊതുമരാമത്ത് വകുപ്പ് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് തന്നെ കൈകാര്യം ചെയ്തു. ദേശീയപാത ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ നേട്ടങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇടിഞ്ഞു വീഴുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെ ആണെന്ന് പറയും. അങ്ങനെ നിരവധി അഴിമതിയുടെ ലാഞ്ചനകളായിരുന്നു അതിലെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ സുധാകരൻ കൈയിട്ട് വരാൻ പറ്റിയ വകുപ്പ് കൈ കിട്ടിയിട്ടും ആദർശധീരതയോടുകൂടി 1 രൂപ സുധാകരൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഈ പ്രതിപക്ഷത്തായിരുന്ന അന്നത്തെ UDFകാർക്ക് സാധിച്ചിട്ടില്ല. മറ്റിതര രാഷ്ട്രീയ കക്ഷികൾക്കും സുധാകരൻ അഴിമതിക്കാരനാണെന്ന് ഒരു ആരോപണം ഇന്നേ വരെയില്ല. അപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ
സുധാകരനെതിരെ ഇത്തരം ഒരു ആരോപണം ഉയരുമ്പോൾ സുധാകരൻ പറയുന്ന കാര്യങ്ങൾ യഥാതഥമായി വിലയിരുത്താനും അതിനെ ആദർശത്തോടു കൂടി പ്രതികരിക്കാനും സാധിക്കാത്തതാണ്, പ്രതിയോഗികളായി നിൽക്കാനും സാധിക്കാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം സുധാകരൻ പറയുന്നതിനാണ് കമ്മ്യൂണിസം എന്താണെന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിലിപ്പോൾ ഈ FB കുറിപ്പിനെ കുറിച്ച് സുധാകരൻ ഒരു അന്വേഷണത്തിനൊക്കെ മുതിരുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിഹത്യപരമായ രീതിയിൽ ഒരു കുറിപ്പിട്ടതിന് സലാം കുടുങ്ങും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറത്തുള്ളവർക്കും അദ്ദേഹം അഴിമതിക്കാരനാണ് എന്നുള്ളൊരു പരാതി എന്തായാലും ഇതുവരെയും നമ്മളാരും പറഞ്ഞു കേട്ടിട്ടില്ല, സലാം പറയണതല്ലാതെ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു കളിച്ച് എല്ലാവരും തോളത്ത് കൈയിട്ട് സംസാരിക്കുന്ന ആളൊന്നുമില്ല. അദ്ദേഹം ചില നിലപാടുകളിൽ ധാർഷ്ട്യം, കർക്കശ സ്വഭാവക്കാരൻ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആ കാർക്കശ്യം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ കാണും. പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം വെട്ടിത്തുറന്ന് പറയും, പക്ഷെ അത് സത്യസന്ധമായ നിലപാടുകളായിരിക്കും. ഒരു കാരണവശാലും 4 വോട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരു കാരണവശാലും കപട സദാചാരമോ അല്ലെങ്കിൽ കപട വിശുദ്ധിയോ ഒന്നും എടുത്ത് അണിയാൻ നിൽക്കാത്ത ഒരാളാണ്. ഉള്ളതുപോലെ ജനങ്ങൾ കണ്ടു തിരിച്ചറിയണം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറഞ്ഞിട്ടുണ്ട്.